ഞാൻ പൊയ്ക്കോട്ടെ? എങ്ങോട്ട്? രവിയേട്ടൻ എവിടെയും പോവാൻ ഞാൻ സമ്മതിക്കില്ല. എത്ര നാൾ നീ എന്നെ ഇങ്ങനെ വിളിച്ച് താമസിപ്പിക്കും? വേണ്ട ശശി. പോകാൻ വൈകും തോറും എന്റെ ജോലി കൂടുതൽ പ്രയാസമുള്ളതായിത്തീരും. ഇനി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കും അപകടമാണ്. അതൊന്നും സാരമില്ല, ഒരു അപകടം വരില്ല. എന്താ ശശി ഇത് കൊച്ചുകുട്ടികളെ പോലെ? പോലീസിന്റെ പിടിയിലാകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ജോലി കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ജയിൽ ചാടി വന്നത് തന്നെ അതിനാണ്. എന്താ തീർക്കാനുള്ള ജോലി? ആ കഥകളൊക്കെ നീ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എന്നെ രക്ഷപ്പെടുത്താൻ ആ കഥകൾക്ക് ഇനി ശക്തിയില്ല, തെളിവില്ല, സാക്ഷികളില്ല. എന്റെ മനസ്സാക്ഷിയുടെ സാക്ഷിമൊഴി ആര് വിശ്വസിക്കാൻ? ഒരു കോടതിയും വിശ്വസിച്ചില്ലെങ്കിലും രവിയേട്ടന്റെ മനസാക്ഷിയെ എനിക്ക് വിശ്വാസമാണ്. ആ കഥകളൊന്നും അറിയാതെ തന്നെ ഞാൻ രവിയേട്ടനെ വിശ്വസിച്ചില്ലേ? എന്നോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞൂടെ? എന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു. ഭാരിച്ച സ്വത്തുക്കൾ, കൂട്ടുകാർ, നിയന്ത്രിക്കാൻ ആരുമില്ല. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടികൾക്ക് കണക്കില്ല. അതിലവസാനത്തെ ആളായിരുന്നു മേഴ്സി. മറ്റു പെൺകുട്ടികളെ പോലെ എന്റെ ബെഡ്റൂമിലേക്കല്ല മേഴ്സി കടന്നു വന്നത്, എന്റെ ഹൃദയത്തിലേക്കായിരുന്നു. ശശി എന്നെക്കുറിച്ച് പത്രത്തിൽ എഴുതിയ കഥയിൽ മേഴ്സി എന്റെ കമ്പനിയിൽ ഒരു മോഡലായി എത്തുന്നവരെ ശരിയാണ്. സെപ്റ്റംബർ 5-ാം തീയതി അന്നാണ് മേഴ്സി ആദ്യമായിട്ട് എന്റെ കമ്പനിയിലെത്തുന്നത്. നല്ലൊരു ആർട്ടിസ്റ്റും വിഷ്വലൈസുമായിരുന്നുവെങ്കിലും ഒരിക്കലും ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല. സമർത്ഥനായ ഒരു ഫോട്ടോഗ്രാഫർ അന്ന് എനിക്ക് വേണ്ടി പാർട്ട് ടൈം ജോലി ചെയ്യാൻ എത്തുമായിരുന്നു. മിസ്റ്റർ അജിത്. അജിത്തോ? അതെ, ശശി ജോലി ചെയ്യുന്ന കേരളരമയിലെ പ്രസ് ഫോട്ടോഗ്രാഫർ. അവനായിരുന്നു അന്ന് മേഴ്സിയുടെ ഫോട്ടോകൾ എടുത്തിരുന്നത്. It's right. Sit down. ആ മുടി കുറച്ചുകൂടെ വിതിർത്തിയിട്ട്. ചിന്താ ആ തിരിഞ്ഞേ 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 കുറച്ചങ്ങോട്ട് തിരി തിരിച്ചങ്ങോട്ട് തിരി. ആ താൻ കുറച്ചുകൂടെ പുറകോട്ട് അനക്ക് നിൽക്കൊന്നൂടെ കുറച്ച് തിരിഞ്ഞേ. അത് ആ Look at me. എങ്ങനെയുണ്ട്? കൊച്ചു കൊള്ളാമല്ലോ ആശാനെ. അതുകൊള്ള. ഒരു മാസമായിട്ടെന്ന് എനിക്കിത് ഇപ്പോഴാണ് തോന്നുന്നത്. നല്ല മുടി, കരിങ്കൂവള കണ്ണുകൾ, നീണ്ട മൂക്ക്, ചുംബിക്കാൻ വേണ്ടി മാത്രം, ചുംബിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ചുംബി. ഇത്രയൊക്കെ കറക്റ്റായ സ്ഥിതിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഏത് ഭാഗ്യവാനാണോ വിധിച്ചിരിക്കുന്നത്. ദൈവമേ, എനിക്കായിരിക്കണേ. ഏതായാലും തനിക്കല്ല. എന്താ ഇത്ര ഉറപ്പ്? സത്യം പറയണോ ആശാനെ? ആശ ഉപ്പ് നോക്കിയോ? കണ്ടോ ആ ചിരി കണ്ടോ? ആശ നോക്കി, എനിക്ക് ഉറപ്പാ. എങ്ങനെയാണ്? ഒന്ന് പോടോ, എനിക്കതാണോ ഇവിടെ പണി. ആ വരട്ടെ, നമുക്ക് നോക്കാം. ലൈറ്റ്സ് ഓൺ. കുറച്ച് ലെഫ്റ്റ്, കുറച്ചുകൂടെ, അല്പം റൈറ്റ്, കുറച്ചുകൂടെ. പറഞ്ഞാലും കേൾക്കത്തില്ല. ഇങ്ങനെ. പ്ലീസ്, എങ്ങനെ പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. ഓ, ശരീരത്തിൽ തുടങ്ങുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കിയല്ലേ മോഡലിംഗ് നടക്കത്തില്ലേ? കുറച്ച്. ഓക്കെ, ഫൈൻ. തീർന്നു. ഏയ്, ഇനി ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. എനി മോഡേൺ ഡ്രസ്,
സ്വല്പ സെക്സിയായത്. അതായത് സുന്ദരിയായ ഒരു യുവതി കയ്യിൽ റോസാ പുഷ്പവുമായി ഇങ്ങനെ നിൽക്കുന്നു. എന്റെ മൃദുലമായ ചർമ്മത്തെ സംരക്ഷിക്കുന്നത് സാക്സോസ് കോൾഡ് ക്രീം. സാർ, ലൈറ്റ്സ് ഓഫ് ചെയ്യട്ടെ. താൻ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണോ? എയർപോർട്ടിൽ പോണ്ടേ? മണി 11 കഴിഞ്ഞ് രവിവർമാരില്ലേ? കമാൻ, ഹറി അപ്പ് ക്വിക്ക്. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ രാവിലെ? രാവിലെ തന്നെ മിസ്റ്റർ വർമ്മയെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ പോവുക. ഇന്ന് അത്യാവശ്യമായിട്ട് ഒരു ഡിസൈൻ വേണം. അല്ലെങ്കിൽ ഇത് വേറെ. ഇന്ന് രാവിലെ ആ സ്പേസ് കൺഫേം ചെയ്ത് കിട്ടിയത്. നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി അല്ലേ? ഇന്ത്യ വൈഡായിട്ട് ഒരു ഡിസൈൻ വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. പക്ഷെ ഇന്ന് 5 മണിക്ക് മുമ്പ് സാധനം കിട്ടണം. അല്ലെ സ്പേസ് വേറെ ആണുങ്ങൾ കൊണ്ടുപോകും. സാർ എന്തായി പറയുന്നേ? നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. മേഴ്സി മാത്രം വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അജിത്തിനെ കിട്ടണ്ടേ? അയാളാണെങ്കിൽ സ്ഥലത്തില്ല. അയ്യോ, എനിക്ക് എടുക്കാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാൻ സാധാരണ ഫോട്ടോ എടുക്കാറില്ല. ഞാൻ എടുക്കാം. എന്നാലും 5 മണിക്ക് മുമ്പെന്ന് പറയുമ്പോ ഇപ്പൊ തന്നെ 10 മണിയായി. ഇനി ഫോട്ടോ എടുത്ത് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഇട്ട് ഡിസൈൻ ചെയ്ത് വരുമ്പോ ഇനി ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സർ. ഓക്കെ സർ, താങ്ക്സ്. എന്താടോ ഇത്? മണി 10 ആയല്ലോ. 9 മണിയാണ് ഓഫീസ് ടൈം. അത് ഇത്രയും കാലമായിട്ട് അറിയില്ലേ? പോയി ഡ്രസ് ചെയ്യ്. സാർ, എന്താ? എനിക്ക് ഇന്നു മുതൽ 2 ദിവസത്തെ ലീവ് വേണം. അപ്പച്ചന് സുഖമില്ലെന്ന് വീട്ടിൽ നിന്ന് ടെലിഗ്രാം വന്നിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് രൂപയും. അത്യാവശ്യമായിട്ടൊരു ജോലി വന്നപ്പോ എല്ലാവർക്കും ലീവായി ടെലിഗ്രാമായി. എത്ര മണിക്കാ തന്നെ ട്രെയിൻ? 11-ന്. അത് കഴിഞ്ഞോ? 1:30-ക്ക്. 1:30 ട്രെയിന് പോയാൽ മതി. പോയാൻ ചേഞ്ച് ഒരു ഡ്രസ്. പറഞ്ഞത് കേട്ടില്ലേ? മഞ്ഞ സാരിയിൽ ചുവന്ന ബോർഡർ. ചെല്ല്. ആ പയ്യനോട് ലൈറ്റ് അപ്പ് ചെയ്ത് വെക്കാൻ പറ. ഇത് എവിടെ നോക്കിയാണോ ആ മേക്കപ്പ് ചെയ്യുന്നത്? ഈ സ്റ്റുഡിയോയിലെ കാര്യം മുഴുവൻ എന്റെ മുഖത്തുണ്ടല്ലോ. തോമസേ, ഇവിടെ അജബൈ. ലൈറ്റ് കൊടുത്ത് നോക്കി. മതി മതി. കുറച്ച് ഇല്ല. റെഡി. ജനറേറ്ററിലോ? ഉണ്ട്. എന്ന് ഓൺ ചെയ്യണോ? കറണ്ട് പോകാൻ കണ്ട സമയം. താനിത് എവിടെ നോക്കിയിരിക്കുക? ഇനി ആ ജനറേറ്റർ കൂടെ ഓഫാൻ കാത്തിരിക്കായിരിക്കും. കമോൺ, ഗെറ്റ് റെഡി. താരം റെഡി. ഫേസ് കുറച്ചുകൂടി ലെഫ്റ്റ് തിരിച്ച്. മതി. മായി ഇരിക്കാൻ. മായി ലൈഫ് സേഫ്. ചിരിക്കാനാ പറഞ്ഞത്? ചിരിക്കാനല്ലേ പറഞ്ഞത്? Get out. I say get out. അയ്യോ, മനസ്സിൽ ഇത് വെച്ചോ.
ഐ എം സോറി. മേഴ്സി പിന്നീട് ഒരിക്കലും മടങ്ങി വരില്ല എന്നായിരുന്നു എന്റെ ധാരണ. പക്ഷേ കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങി വന്നു, ഒന്നും സംഭവിക്കാത്തതുപോലെ. കുറച്ചു ദിവസത്തേക്ക് എനിക്ക് മേഴ്സിയെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ഞാനറിയാതെ എന്റെ മനസ്സ് അവളുമായി അടുക്കുകയായിരുന്നു. ആദ്യം എനിക്ക് അവളോട് സഹതാപവും അവൾക്ക് എന്നോട് ഭയവുമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ഞങ്ങൾ അകലാനാവാത്ത വിധം അടുത്തുപോയി എന്ന്. ശശി പത്രത്തിൽ എഴുതിയതുപോലെ മാർക്കറ്റുള്ള ഒരു മോഡലിനെ പാട്ടിലാക്കുകയായിരുന്നില്ല എന്റെ ലക്ഷ്യം. വിവാഹത്തിന് ശേഷം ഒരിക്കലും മോഡൽ ചെയ്യണമെന്ന് ഞാൻ മേഴ്സിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. മേഴ്സി ചെയ്തിട്ടുമില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അതെന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു.